بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ കുടുംബത്തെ മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പുണ്യ റജബ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കേണ്ട ഒരു കാലയളവാണ് എന്നത് അവിതർക്കിതമായി അറിയപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. നഷ്ടങ്ങളുടെ കഥകൾ പലയിടത്തും നമ്മൾ പറയാറുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ വിലക്കയറ്റത്തിന്റെ കഥ പറയാറുണ്ട്. ഓരോരുത്തരുടെയും കച്ചവടത്തിന്റെ ലാഭത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും വിലയിരുത്തുമ്പോൾ നഷ്ടങ്ങൾ എന്ന് പ്രത്യേകം പറയാറുണ്ട്. നഷ്ടങ്ങളെ എവിടെയും പറയുന്നിടത്ത് ഒരു മനുഷ്യൻ പറയാൻ മടിക്കുന്ന ഒരു നഷ്ടം, അല്ലെങ്കിൽ പറയാൻ മറന്നുപോകുന്ന ഒരു നഷ്ടം തന്റെ ആത്മീയ നഷ്ടങ്ങളാണ്. മുമ്പൊരിക്കലും തന്നിൽ ഉണ്ടായിട്ടില്ലാത്തത് പലതും ഇപ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ പുതിയ ശീലങ്ങൾ, പുതിയ സ്വഭാവങ്ങൾ, പുതിയ സൗകര്യങ്ങൾ ജീവിതത്തിൽ ആധുനികമായ രീതിയിൽ പലതിനെയും നമ്മൾ പ്രാപിക്കുമ്പോൾ കടന്നു വരുന്നത് ആത്മീയതയെ കാർന്നു തിന്നുന്നുണ്ട്. ഇത് നഷ്ടമാണ്. നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതേക്കുറിച്ച് വിലയിരുത്തുന്നില്ല, അതേക്കുറിച്ച് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പല പുരോഗമനങ്ങളും പല നിലക്കുള്ള നേട്ടങ്ങളും ഉണ്ടായോടത്ത് നഷ്ടങ്ങൾ ആത്മീയമായി സംഭവിച്ചതിനെ നമ്മൾ അറിയാതെ പോയതിന്റെ കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ ഈമാൻ കുറഞ്ഞു എന്ന ഒരു സത്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കോവിഡ് വന്ന ശേഷം ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ആരോഗ്യപരമായും സാമ്പത്തിക രംഗത്തും സാമൂഹികമായും ബന്ധങ്ങൾക്കിടയിലുമൊക്കെ നഷ്ടങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആത്മീയമായ ഒരു നഷ്ടം നമുക്കുണ്ടായതിനെ കുറിച്ച് ആരും വിലയിരുത്തുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് നിസ്കാരത്തിന്റെ വാർഷിക മാസമായ ഈ റജബ് മാസത്തിൽ നമ്മുടെ ആത്മീയ നഷ്ടത്തിന്റെ ഏറ്റവും വലിയ പരിഹാരം നിസ്കാരത്തിന്റെ പുനഃക്രമീകരണമാണ്. നിസ്കാരത്തിന്റെ പുനഃക്രമീകരണം എന്ന് പറയുന്നത് നിലവിലുള്ള ഫറദായ നിസ്കാരങ്ങളിലെ വീഴ്ചകൾ, കുറവുകൾ, സമയം തെറ്റിയുള്ളതായ ശീലങ്ങളൊക്കെ കറക്റ്റ് അതിന്റെ ഏറ്റവും അനിവാര്യമായ സമയത്തിലേക്ക് പിടിച്ചിടാം, ആ സമയത്തിൽ തന്നെ പാലിക്കാം. അതുപോലെ തന്നെ കുറവുകൾ ഉള്ളത് റക്അത്തുകളുടെ എണ്ണത്തിലാണെങ്കിൽ അത് പരിഹരിക്കാം, സുന്നത്തുകളുടെ കാര്യത്തിലാണെങ്കിൽ അത് പരിഹരിക്കാം. അങ്ങനെയുള്ള ഒരു പുനഃക്രമീകരണം നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമുക്കുണ്ടായാൽ, നിസ്കാരത്തിന് വേണ്ടി റജബിൽ അങ്ങോട്ട് ഒരുങ്ങി ഇറങ്ങിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആ ആത്മീയ നഷ്ടത്തെ ഒരു പരിധി വരെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ആത്മീയവശാണ് പറഞ്ഞത്. എന്നാൽ ഈ പൂർത്തീകരണവും നിസ്കാരത്തിന്റെ പുനഃക്രമീകരണത്തിലൂടെ ആത്മീയമായ നഷ്ടങ്ങളെ നികത്തലും അതുവഴി നമ്മൾ അറിയാതെ പരോക്ഷമായ ഒരു നേട്ടം നമുക്ക് വരുന്നുണ്ട്. അതെന്താണത്? ദുനിയവിയായ നേട്ടങ്ങൾ. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി അള്ളാഹു തരുന്ന എല്ലാത്തിനെയും റിസ്ക് എന്നാ പറയാ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അള്ളാഹ് നമുക്ക് ഈ ദുനിയാവിൽ തരുന്ന എല്ലാത്തിനെയും ഒറ്റവാക്കിൽ പറയാം റിസ്ക് എന്ന്. അതിലെ ഏറ്റവും പ്രാധാന്യമുള്ളത് നമുക്ക് ജീവിച്ചു പോകാനുള്ള ഭക്ഷണമാണെങ്കിൽ അതിനാ റിസ്ക് എന്ന് കൂടുതൽ പറയാം. വസ്ത്രത്തെയും റിസ്ക് എന്ന് പറയപ്പെടുന്നതായ പ്രയോഗങ്ങൾ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും പാർപ്പിടമാണെങ്കിലും നമുക്ക് റിസ്ക് എന്ന് പറയുന്നത് ദുനിയാവിലെ നമ്മുടെ സൗകര്യങ്ങളാണ്. എന്നാൽ ഈ റിസ്ക്കിൽ അള്ളാഹു വർധനവ് നൽകും. അത് കുടുംബസമേതമുള്ള നിസ്കാരം മുഖേന എന്ന് കൃത്യമായി തന്നെ ഖുർആൻ പറയുന്നു. കുടുംബസമേതമുള്ള നിസ്കാരം. ഒരു കുടുംബം നിസ്കാരത്തിന്റെ ശീലത്തിൽ യാതൊരുവിധ വീഴ്ചയുമില്ലാത്തവരാണെന്ന് ഉറപ്പിക്കാൻ പറ്റുന്നിടത്ത് ആ കുടുംബനാഥന്റെ ഉത്തരവാദിത്തം വലുതാണ്. അവിടെ കുടുംബനാഥൻ കൈക്കൊള്ളേണ്ട ക്ഷമ വലുതാണ്. വസ്തബിർ അലൈഹ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. തന്റെ കുടുംബാംഗങ്ങൾ നിസ്കാരത്തിൽ തന്നെക്കാളും മെച്ചത്തിലാവണം. അല്ലെങ്കിൽ നിലവിലെ വീഴ്ചകൾ പരിഹരിച്ചവർ അതിൽ കൃത്യനിഷ്ഠമുള്ളവരും ആത്മാർത്ഥത ഉള്ളവരുമായി മാറണം. അതിന് നേതൃത്വം നൽകുന്ന കുടുംബനാഥ വസ്തബിർ അലൈഹ,
അതിൽ നീ ഏറെ ക്ഷമിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഖുർആൻ. നഹ്നു നർസുഖുക, നിനക്കുള്ളത് അള്ളാഹു തരുന്നുണ്ട്. നഹ്നു നർസുഖുക, നിനക്ക് ജീവിക്കാനുള്ള നിന്റെ കുടുംബത്തിനും നിനക്കുമുള്ള എല്ലാ റിസ്ഖും അള്ളാഹു തരും. അങ്ങനെ പറഞ്ഞു. ഇവിടെ മറ്റൊരു പ്രാർത്ഥനയെ ഞാൻ സമാന്തരമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തിനും തന്റെ ഭാര്യക്കും ഭർത്താവിനും, അങ്ങനെയാണ്, ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും ഒരു പ്രാർത്ഥന പറയുന്നു. അതിൽ മക്കളുണ്ട്, മക്കളുടെ മക്കളുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ. അല്ലാഹുവേ, എന്റെ കൂടെ ജീവിക്കുന്ന എന്റെ ഇണ, എന്റെ മക്കള്, മക്കളുടെ മക്കൾ, എന്റെ തലമുറ, അവരിൽ ഞാൻ നോക്കിയാൽ എന്റെ കണ്ണിന് കുളിർമയാകുന്ന സന്തോഷകരമായ ഒരു കാഴ്ച നീ തന്നേ പറ്റൂ അല്ലാ, നീ തരണേ. അങ്ങനെ കുടുംബത്തിന് വേണ്ടി ഒരു കുടുംബനാഥ പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥന അവസാനിക്കുന്നത് എന്റെ കുടുംബാംഗങ്ങളെ നീ നന്നാക്കി തരണേ, എനിക്ക് കണ്ടാൽ ദീനിന്റെ കാര്യത്തിൽ അവരിൽ വലിയ സന്തോഷം എന്റെ കണ്ണിനുണ്ടാവണം. ഇങ്ങനെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അവസാനിക്കുന്നത് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അവരെ മുത്തഖീങ്ങളാക്കി കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ നിന്ന് നയിക്കുന്നവൻ ഞാനാവണം. അങ്ങനെ ദുആ ചെയ്യുന്ന ഈ ദുആയിൽ ഒരു കുടുംബത്തിന്റെ ആത്മീയ നേതൃത്വം പറയുന്നു. ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബത്തിന്റെ നേതൃത്വം ആ കുടുംബക്കാരെ മുഴുവനും നിസ്കാരത്തിലേക്ക് കൃത്യമായി വലിച്ചു കൊണ്ടുവരാൻ, നിസ്കാരത്തിലേക്ക് അവരെ ചേർത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ശ്രമത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം റജബിലുണ്ട്. എന്തുകൊണ്ട്? ഈ പുണ്യമാക്കപ്പെട്ട റജബ് എല്ലാ ബറക്കത്തുകളുടെയും ഒരു പ്രതീകമായ നിസ്കാരത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന മാസമാണ്. അതിനോടൊപ്പം തന്നെ റജബിൽ ബറക്കത്ത് പ്രത്യേകം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിസ്കാരത്തിന്റെ കൃത്യമായ നിർവഹണത്തിലേക്ക് നമ്മളൊന്ന് ഒരുങ്ങി വരുമ്പോ നമുക്ക് അള്ളാഹു റജബിൽ വെച്ചിട്ടുള്ള എല്ലാ ബറക്കത്തുകളും കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വ. അവസാനം നന്നായി മരിക്കാനും നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന കാര്യങ്ങളിലുള്ള പ്രയാസങ്ങൾ അകന്നു പോവാനും നിസ്കാരം കുടുംബസമേതം ഉണ്ട് എന്റെ വീട്ടിൽ. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണമെന്നാണ് സൂറത്ത് ത്വാഹയുടെ 132-ാമത്തെ ആയത്ത് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. ഈ ഓതിയ ആയത്ത് നമ്മോട് പറഞ്ഞതാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഉപദേശങ്ങൾ മുഖേന, ശകാരങ്ങൾ മുഖേന നിസ്കാരത്തിൽ വീഴ്ചയുള്ള കുടുംബാംഗങ്ങളെ നമ്മൾ അവരെ ആ വിഷയത്തിൽ പരിഹരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ കുടുംബത്തിലേക്ക് സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറി നല്ല റാഹത്ത് ഒഴുകി വരാൻ അത് കാരണമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു ശരിയായ നിസ്കാരക്കാരനെ കൊണ്ടുള്ള ബറക്കത്ത് പറഞ്ഞറിയിക്കാൻ കഴിയും. ഒരു നല്ല നിസ്കാരക്കാരൻ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിൽ ഇത് മുഴുവൻ ബറക്കത്താണ്. ഒരു ശരിയായ നിസ്കാരക്കാരൻ, അയാളെ കൊണ്ടുള്ള ബറക്കത്ത് കേട്ടോളൂ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് ഒരു ശരിയായ നിസ്കാരക്കാരൻ ഒരു നാട്ടിലുണ്ടെങ്കിൽ അവര് മുഖേന മറ്റു പല സ്വാലിഹീങ്ങൾ, അവര് മുഖേന മറ്റു പലരെയും അള്ളാഹു നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന അദാബുകളിൽ നിന്നും പ്രതിരോധിച്ച് മാറ്റി നിർത്തുന്നു. ഈ ഒരു നിസ്കാരക്കാരന്റെ കാവല് അങ്ങനെയാണ്. ഫഹസമൂഹും ബിഇദ്നില്ലാഹി വഖതല ദാവൂദ് ജാലൂത വആതാഹു അല്ലാഹുൽ മുൽക വൽ ഹിക്മത വഅല്ലമഹു മിമാ യശാ വലൗലാ ദഫഉല്ലാഹി الناس ബഅദഹും ബിബഅദ ലഫസദത്തിൽ അർദ് വലാകിൻ അല്ലാഹു ദൂ ഫദ്ലിൻ അലൽ ആലമീൻ. സൂറത്തുൽ ബഖറ 251. വലൗലാ ദഫഉല്ലാഹി الناس ബഅദഹും ബിബഅദ്, ജനങ്ങളിലെ ചിലരുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ചിലർക്ക് അള്ളാഹു കാവൽ നൽകുന്നുണ്ടേ. അതതിനർത്ഥം ജനങ്ങളിലെ ചിലരുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, ഇബാദത്ത് കൊണ്ട്, ഇബാദത്തൊന്നുമില്ലാത്ത മറ്റു പലർക്കും അള്ളാഹു ഈ ഇബാദത്തുള്ളവനെ കൊണ്ട്, അവന്റെ അമല് കൊണ്ട് കാവൽ നൽകുന്നു. അങ്ങനെ നൽകിയില്ലായിരുന്നുവെങ്കിൽ ലഫസദത്തിൽ അർളു, ഭൂമി നാശമാകുമായിരുന്നു. ഇത് ചിന്തിക്കണം നമ്മള്. നമ്മളുടെ മിടുക്കുകൊണ്ടോ കഴിവുകൊണ്ടോ മികവ് കൊണ്ടോ ആയിരിക്കില്ല ഒരു പക്ഷെ നമ്മളുടെ അനുഗ്രഹങ്ങൾ നിലനിന്നു പോകുന്നത്. ഒരു സ്വാലിഹായ നിസ്കാരക്കാരൻ അയൽവക്കത്തുണ്ടായാൽ മതി, അയാളുടെ ബർക്കത്ത് അത്രയുണ്ട്. ഇത് ഖുർആനാ. വലൗലാ ദഫഉല്ലാഹി الناس ബഅദഹും ബിബഅദ ലഫസദത്തിൽ അർദ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനം കൊടുക്കുന്നിടത്ത് ഇമാം ഖുർത്തുബി പറയുന്നുണ്ട്, റുകൂഉം സുജൂദുമായി വ്യാപൃതരാകുന്ന ആളുകൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ
വേദന അനുഭവിക്കേണ്ടി വരുന്ന അദാബുകൾ ഒന്നിനു പിറകെ ഒന്നായി നിങ്ങളിൽ അല്ലാഹു ഇറക്കുമായിരുന്നു. ലൗലാ ഇബാദുൽ ലില്ലാഹി റുക്കഉ വസുബിയത്തും മിനൽ ലതാമാ റുല്ലഉ വമുഹ്മിലാത്തും ഫിൽ ഫലാത്തി റുത്തഉ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ. ഈ ഒരു ബൈത്ത് പാടിയിട്ടാണ് ഇമാം ഖുർത്തുബി ഇതിന് വ്യാഖ്യാനം കൊടുത്തത്. എന്താണ് പറഞ്ഞത്? റുകൂഉം സുജൂദും ഇബാദത്തുമായി കഴിയുന്ന ഒരു വിഭാഗം നിങ്ങളുടെ ഇടയിൽ ജീവിച്ചില്ലായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന ആ പ്രായത്തിലുള്ള കുഞ്ഞു മക്കള്, അവരോട് അല്ലാഹുവിന് ഒരു പ്രത്യേക സ്നേഹ, അവർ നിങ്ങൾക്കിടയിൽ ഇല്ലായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ കുറെ മിണ്ടാപ്രാണികളായ നാൽക്കാലികൾ പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്നു, ആ മിണ്ടാപ്രാണികൾ ഇല്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെയുള്ള കുറെ കാര്യകാരണങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ. നിങ്ങൾക്ക് മേൽ ഈ പരിഗണനകളെ അല്ലാഹു വെച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് മേൽ അല്ലാഹുവിന്റെ വേദന സഹിക്കാൻ പറ്റാത്ത അദാബുകൾ പെയ്തിറങ്ങുമായിരുന്നു. അപ്പോൾ അല്ലാഹു ഒരു നിസ്കാരക്കാരനെ കൊണ്ട് പ്രതിരോധിക്കുന്നതിനെ കുറിച്ചായി പറഞ്ഞു. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഹുവസ്സലാം ഫഇദാ ജലസ അഹദുകും ഫിസ്സലാ. അല്ലാഹുവിന്റെ ഒരു പേരാണ് സലാം. അസ്സലാം അല്ലാഹുവിന്റെ പേരാ. എന്താ അതിനർത്ഥം? സമാധാനം. സമാധാനം എന്നാണ് അതിനർത്ഥം. അല്ലാഹുവിന്റെ പേരാണ് സലാം. അല്ലാഹു സമാധാനമാണ്. അല്ലാഹു സമാധാനമാണ്. ഫഇദാ ജലസ അഹദുകും ഫിസ്സലാഹ്. നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായി വന്നു, അത്തഹിയാത്തിലെത്തി, നിസ്കാരം അത്തഹിയാത്തിലെത്തി, അത്തഹിയാത്തിലുള്ള ആ ഇരുത്തത്തിൽ വരുമ്പോ നിങ്ങൾ പ്രത്യേകം ചൊല്ലാറുണ്ടല്ലോ, ചൊല്ലണമല്ലോ, അത്തഹിയാത്തു ലില്ലാഹി വസ്സലാത്തു വത്ത്വയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന അത്തഹിയാത്തിന്റെ ലഫ്ദുകളിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. മറ്റു പല റിവായത്തുകളും കൂടി ചേരുമ്പോഴാണ് ഫിഖ്ഹ് നമ്മൾ എന്ന് ഓതുന്ന ക്രോഡീകരണം നമുക്ക് മുന്നിൽ തന്നിട്ടുള്ളത്. വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. ഞങ്ങൾക്കെല്ലാവർക്കും അല്ലാഹുവേ നിന്റെ സലാം, നിന്റെ സമാധാനം, രക്ഷ വേണം അല്ലാ, എല്ലാ സ്വാലിഹീങ്ങൾക്കും നീ കൊടുക്കണേ അല്ലാ. ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് തഹിയാത്തിൽ. ഇദാ ഫഇന്നഹു ഇദാ ഖാല ദാലിക. ഒരു നിസ്കാരക്കാരൻ, ശരിയായ നിസ്കാരക്കാരൻ ഇത് ഒരു വട്ടം പറയ വഴി, അതായത് അത്തഹിയാത്ത് ഓതി വരുമ്പോ അതിലൂടെ കിട്ടുന്ന കാവല് അസ്സാബ കുല്ലു അബ്ദിൻ സാലിഹിൻ ഫിസ്സമാഇ വൽ അർദ്. ഭൂമിയിലും ഭൂമി അല്ലാത്തിടത്തും, ആകാശത്തിലാവാം വെള്ളത്തിലാവാം, സ്വാലിഹീങ്ങളായ മറ്റുള്ളവർ എവിടെ ഒക്കെ ഉണ്ടോ, ഭൂമിയിലാവട്ടെ ഭൂമിക്ക് പുറത്താവട്ടെ, ആകാശത്തിലാവട്ടെ വെള്ളത്തിലാവട്ടെ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാണ്, കപ്പലിലെ യാത്രയാണ്, ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു, സ്വാലിഹീങ്ങളായ അല്ലാഹുവിന്റെ മറ്റടിമകൾക്ക് ഈ നിസ്കാരക്കാരന്റെ അത്തഹിയാത്തിലെ പ്രാർത്ഥനയിലെ പ്രയോഗം കാവലായി അല്ലാഹു പരിഗണിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് കണ്ടോളാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലയദ്ഫഉ ബിൽ മുസ്ലിമി സ്വാലിഹി. ഒരു സ്വാലിഹായ നല്ല നിസ്കാരക്കാരനായ ഒരു മുസ്ലിം, അയാൾ കാവലാണ് തന്റെ അയൽവക്കത്തെ വീടിന്റെ 4 കോടിയിലേക്ക് ഒരു കയറങ്ങ് പിടിച്ചാൽ 25 വീട് വീതം 4 കോടിയിൽ ഓരോന്നിലും. അങ്ങനെ ആ വീട്ടുകാരന്റെ, ആ സ്വാലിഹായ നിസ്കാരക്കാരന്റെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള 100 വീട്ടുകാർക്ക് ഈ ഒരു മനുഷ്യൻ അവിടെ ജീവിച്ചിരിക്ക എന്നത് ഒരു കാവലാണെന്ന് അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അൽ ബഖറയിലെ 251-ാമത്തെ ആയത്ത്, നേരത്തെ നമ്മൾ ഓതിയ ആയത്ത് ഓതി, അപ്പൊ നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കൂട്ടത്തിൽ കുറെ നല്ല നിസ്കാരക്കാരൊക്കെ ഉണ്ട്, അവരെ പരിഗണിച്ചിട്ട് അള്ളാന്റെ അദാബ് ഇറങ്ങാത്തത്. എന്തിനാണിത് പറഞ്ഞത്?
ഈ പുണ്യമാക്കപ്പെട്ട മാസം നിസ്കാരത്തിന്റെ പുനഃപരിശോധനയുടെ സന്ദേശവുമായി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കാം. ഈ സന്ദർഭത്തിൽ നമുക്ക് നിസ്കാരമുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടാവും. ഉണ്ടെങ്കിൽ ആ നിസ്കാരം ഏത് രൂപത്തിൽക്കിടെ ഇപ്പൊ പോകുന്നതെന്ന് നോക്കാം. റവാത്തിബുകളിൽ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാം. അതുപോലെ തന്നെ മറ്റു സുന്നത്ത് നിസ്കാരങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ കുറവുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ മുടങ്ങിപ്പോകുന്നതാണെങ്കിൽ അത് മുടങ്ങാതെ സൂക്ഷിക്കും. ഉദാഹരണം ദുഹാ നിസ്കാരം, അത് ഏറ്റവും കുറഞ്ഞത് 2 റക്അത്താണ്. കൂടി വന്നാൽ ദുഹാ നിസ്കാരം 12 റക്അത്ത് വരെ ഒരാൾക്ക് നിസ്കരിക്കും. ആ ദുഹാ നിസ്കാരത്തിന്റെ ഏറ്റവും 12 നിസ്കരിക്കുന്ന നല്ലതാണ്, 10 നല്ലതാണ്. എന്നാൽ ഒരാൾ പതിവായി കൊണ്ടുപോവാണെങ്കിൽ ദുഹാ നിസ്കാരം 8 റക്അത്ത് പതിവാക്കാൻ പറ്റിയാൽ ഏറ്റവും അഫ്ളലതാണ്. പതിവാക്കാണെങ്കിൽ 8 പതിവാക്കണം. ഓരോ ഈ 2 റക്അത്തിലും സലാം വിട്ടണം. ദുഹാ നിസ്കാരത്തില് നമ്മൾ പ്രവേശിക്കേണ്ടത് സൂര്യ ഉദയത്തിന്റെ ഉടനെയല്ല, സൂര്യോദയം കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. അബൂ ഹനീഫത്തുൽ കുഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം അനുസരിച്ച് സൂര്യോദയം കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞ് വൈകാതെ അത് ചെയ്യണമെന്നാണ്. എന്നാൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അതിന്റെ അഫ്ളലായ നിർവഹണ സമയം പറഞ്ഞിട്ടുള്ളത് ഫിഉലുഹാ ഇൻദ മുളി റുബ്ഇൻ നഹാരി മിനൽ ഫജ്ർ, സൂര്യോദയത്തിന്റെ ശേഷം പകലിന്റെ ആദ്യത്തെ 4/1 വിട്ടുകിടക്കുന്ന നേരത്തായിരിക്കും, ഏകദേശം ഒരു 9 മണി. ഇമാം അബൂ ഹനീഫത്തുൽ കുഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഈ ദുഹാ നിസ്കാരത്തിന് ഇഷ്റാഖ് നിസ്കാരം എന്ന് പറയാറുണ്ട്. ഉദയത്തിന്റെ നേരത്തുള്ളത് ഇഷ്റാഖ് നിസ്കാരം. അത് ശാഫിഈ മദ്ഹബിലേക്ക് വരുമ്പോൾ ദുഹാ എന്ന പേരിലേക്കാണ് വരുന്നത്. അപ്പൊ ഏതായാലും ദുഹാ നിസ്കാരം ഒരാള് പതിവുള്ള ആളാണ് എങ്കിൽ ദുഹാ നിസ്കാരത്തിന്റെ പരിപൂർണമായ റക്അത്ത് 12 ആണ്. ദുഹാ നിസ്കാരത്തിന്റെ പരിപൂർണമായ റക്അത്ത് 12 ആണ്. പതിവായി നിസ്കരിക്കുന്നുവെങ്കിൽ ആ റക്അത്തുകളിൽ നമുക്ക് പിടിക്കാൻ പറ്റിയ റക്അത്ത് 8 എന്നതാണ്. 8 പതിവാക്കണം. പതിവായി 8 ചെയ്യുക എന്നതാണ് ഏറ്റവും അഫ്ളൽ. ദുഹ പതിവായിട്ടുണ്ട്. ദുഹ പതിവായിട്ട് ഉണ്ടെങ്കിൽ പതിവാക്കുന്നവർക്ക് 2, 4, 6, 8, 10, 12 ഇതിൽ ഏത് വേണമെങ്കിലും നിസ്കരിക്കാവുന്നതാണ്. പക്ഷെ പതിവായി ചെയ്യുന്ന ആളാണെങ്കിൽ 8 പതിവാക്കിയാൽ അതിന് പ്രത്യേക നേട്ടമുണ്ടെന്ന് ശാഫിഈ മദ്ഹബിലെ അയിമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ദുഹാ നിസ്കാരം നമ്മൾ നിർവഹിക്കാറുണ്ട്. ദുഹാ നിസ്കാരത്തില് ഓതൽ പ്രത്യേക സുന്നത്തുള്ള സൂറത്തുകള് ഒന്നാമത്തെ റക്അത്തില് വശംസി വളുഹാഹ, രണ്ടാമത്തെ റക്അത്തില് വള്ളുഹാ വല്ലൈലി. മറ്റൊരു അഭിപ്രായത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ 2 അഭിപ്രായവും സമാന്തരമായി ഒരേ പ്രാധാന്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഫിഖ്ഹ് ഇത് രണ്ടിനെയും ജംഅ് ചെയ്തിട്ട് പറഞ്ഞു. ഫിഖ്ഹ് ഈ 2 അഭിപ്രായത്തെയും ജംഅ് ചെയ്ത് പറഞ്ഞതെന്തോ അതാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ദുഹാ നിസ്കരിക്കുന്ന ആള് ആദ്യത്തെ റക്അത്തിൽ വശംസി വളുഹാഹ എന്നതും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഓതണം. ആദ്യത്തെ റക്അത്തിൽ വശംസി വളുഹാഹ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന. അത് ജംഅ് ചെയ്ത് പറയാണ്, ഒരുമിച്ച് സംഗമിപ്പിച്ചിട്ട് പറയാണ്, സമന്വയിപ്പിച്ചിട്ട് പറയാണ്. ദുഹാ നിസ്കരിക്കുന്നവർ ആദ്യത്തെ റക്അത്തിൽ വശംസി വളുഹാഹ എന്ന സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഓതണം. കാണാതെ അറിയാവുന്നവരുടെ കാര്യം പറയുന്നത്, ഒന്നും അറിയില്ലെങ്കിൽ ഇഷ്ടമുള്ള ഓതിയാൽ മതി. ഒന്നാമത്തെ റക്അത്തിൽ വശംസി വളുഹാഹ, അതിന്റെ കൂടെ തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഈ 2 സൂറത്ത് ഓതണം ഫാത്തിഹയ്ക്ക് ശേഷം. രണ്ടാമത്തെ റക്അത്തിൽ വള്ളുഹാ വല്ലൈലി ഇദാ സജാ, ആ സൂറത്തും അതിന്റെ കൂടെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്, ആ സൂറത്ത് ഓതണം. ആദ്യത്തെ റക്അത്തിൽ 2 റക്അത്തില് ആദ്യത്തെ റക്അത്തിൽ 2 സൂറത്ത്, രണ്ടാമത്തെ റക്അത്തിലും 2 സൂറത്ത്. 2 അഭിപ്രായത്തെ ജംഅ് ചെയ്ത് ഇങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ശാഫിഈ മദ്ഹബിൽ. ഇനി ഒരാൾ അപ്പൊ 2 റക്അത്ത് പൂർത്തീകരിച്ചു. ആദ്യത്തെ റക്അത്തില് വള്ളുഹാ വശംസി വളുഹാഹ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ വള്ളുഹാ വല്ലൈലി ഖുൽ ഹുവല്ലാഹ്. അങ്ങനെ 2 റക്അത്ത് പൂർത്തീകരിച്ചു. ഇനി ഒരാൾ 4 നിസ്കരിക്കുന്നെങ്കിൽ ഇനിയുള്ള ഓരോ ഈ 2 റക്അത്തിലും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ആദ്യത്തെ റക്അത്തിൽ, ഖുൽ ഹുവല്ലാഹ് രണ്ടാമത്തെ റക്അത്തിൽ, അങ്ങനെ ഓതിപ്പോയാലും മതി എന്ന് മഹാന്മാരായ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ 2-ലധികം റക്അത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ആദ്യത്തെ 2 റക്അത്തിൽ മാത്രം ആ 4 സൂറത്ത് ഓതിയാൽ മതി. അതിനുശേഷമുള്ള ഓരോ 2 റക്അത്തിലും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹ് ഓതിയാൽ മതി.
8 പതിവായി ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠം. സാന്ദർഭികമായി പറഞ്ഞതാണ്. ആവർത്തന വിരസതയിൽ ക്ഷമ ചോദിക്കുന്നു. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഏതായാലും സമ്പത്ത് വലിച്ചഴച്ചു കൊണ്ടുവരുന്ന ഒരു നിസ്കാരമാണ് ളുഹാ നിസ്കാരം. പുണ്യ റജബ് മാസം വന്നിട്ട് ഇങ്ങനെ ഒരു നിസ്കാരം നമ്മൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ, ഇങ്ങനെ 2 റക്അത്തെങ്കിലും നിസ്കരിക്കാതെ പോയാൽ നഷ്ടമല്ലേ? റജബിൽ ളുഹാ മുടങ്ങൂലാടോ, അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. റജബ് മാസത്തിൽ ളുഹാ നിസ്കാരം മുടങ്ങല്ലേ. 8 റക്അത്ത് നിസ്കരിച്ച് പതിവാക്കി പോരുന്നത് ളുഹയുടെ കാര്യത്തിൽ റജബിൽ തന്നെ ആവട്ടെ. എന്തൊരു അനുഗ്രഹീതമായ സമയമാണ് ളുഹാ. ആ നിസ്കാരത്തിന്റെ നേരെ എന്തൊരു റാഹത്താണെന്ന് അറിയണം. ളുഹാ എന്നത് ഉളുഹിയത്ത് അറുക്കപ്പെടാൻ നമ്മൾ തെരഞ്ഞെടുക്കാനായി പരിശുദ്ധ ശർഅ് നമ്മെ പറഞ്ഞേൽപ്പിച്ച സമയമാണ് ളുഹയുടെ നേരം. ളുഹാ നേരത്ത് അത് സംഭവിക്കുന്നത് കണ്ട ഉളുഹിയത്ത് എന്ന് പറയുന്നു. എന്താണ് ഉളുഹിയത്ത്? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പൊന്നുമോനെ ബലിയർപ്പിക്കണമെന്നത് അല്ലാഹു മഹാനവറുകൾക്ക് നിർദ്ദേശമായി ഏൽപ്പിച്ചത് മഹാനവറുകൾ നടപ്പാക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തു കൊടുത്ത സമയമാണ്. ഇസ്മായിൽ നബിയെ അറുക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബിക്ക് അള്ളാഹു നിർദ്ദേശം കൊടുത്ത് ആ സമയത്ത് ചെയ്യണമെന്ന് പറഞ്ഞ ആ സമയത്താണ് ളുഹാ നിസ്കാരം. ഏറ്റവും വലിയ അമലല്ല ഇത്? ആ ഒരു സമയത്തെ കുറിച്ച് ഹബീബ് പറഞ്ഞത് സ്വർഗലോകത്തിൽ നിലനിൽക്കുന്ന സമയം എന്നത്, സ്വർഗലോകത്തിൽ എപ്പോഴുമുള്ള ഒരു സമയം, പകലുമല്ല രാത്രിയല്ല, പകലിന്റെ ഭാഗത്ത് നിന്ന്, അതായത് നമ്മൾ പകൽ അനുഭവിക്കുകയാണെങ്കിൽ ഉച്ചയുണ്ട്, വൈകുന്നേരം ഉണ്ട്, രാവിലെ ഉണ്ട്, അതിരാവിലെ ഉണ്ട്. വൈകുന്നേരത്തിൽ തന്നെ പ്രദോഷത്തോടടുത്ത് നിൽക്കുന്ന ഒരു സമയം, നല്ല ചൂടുള്ള സമയം, ഇങ്ങനെ പല സമയം ഒരു പകല് എന്ന് പറയുന്നത്. രാത്രിയാണെങ്കിൽ രാവിലെ തുടക്കം, മദ്യം, അർദ്ധരാത്രി, സുബഹിയോട് അടുത്ത നേരം, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു 24 മണിക്കൂറിൽ ഏറ്റവും മനോഹരമായ ടൈം എന്ന് പറയുന്നത് ളുഹയുടെ നേരം. ആ ളുഹയുടെ നേരം മാത്രമേ സ്വർഗത്തിലുള്ളൂ. സ്വർഗത്തിന്റെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ളുഹാ സമയം തന്നെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ സത്യം ചെയ്യാൻ ഉപയോഗിച്ച ഒരു സമയമാണത്. എത്ര സ്ഥലത്താ? വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അല്ലാഹു സത്യം ചെയ്യാൻ വേണ്ടി വശംസി വദ്ദുഹാഹാ വൽഖമരി ഇദാ തലാഹാ, സത്യം ചെയ്യാൻ വേണ്ടി ഖുർആൻ ഒരു പ്രയോഗം കൊണ്ടുവന്ന് അതിനൊരു മഹത്വം ഉണ്ടെന്നാണ്. ഏതായാലും വലിയ മനോഹരമായ ഒരു സമയത്ത് തന്നെ നിർവഹിക്കാൻ പറഞ്ഞത് ആ നിസ്കാരത്തിന്റെ ഒരു മഹത്വവും കൂടി അറിയിക്കുകയാണ്. സുദീർഘമാക്കുന്നില്ല. ളുഹാ നിസ്കാരം സമ്പത്തിനെ വലിച്ചഴച്ചു കൊണ്ടുവരുന്ന ഒരു നിസ്കാരമാണ്. കേട്ടോളൂ, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അൻ അബീ ദർ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദികും സദഖാ. സർവ അവയവങ്ങൾ കൊണ്ടും സ്വദഖ ചെയ്ത പ്രതിഫലം കിട്ടാൻ ഇമാം നബവി കൊടുക്കുന്ന അർത്ഥം അസ്ലുഹു ഇലാമുൽ അസ്വാബിഇ വസായിറുൽ കഫി ثم استعمل في جميع عظام البدن. ശരീരത്തിന്റെ എല്ലാ അസ്ഥികളും, ശരീരത്തിന്റെ എല്ലാ പേശികളും, ശരീരത്തിന്റെ എല്ലാ കോശങ്ങളും, എത്ര അസ്ഥികളാ, എത്ര പേശികളാ, എത്ര മാംസകഷ്ണങ്ങളാ, എത്ര കശേരുക്കളാ, ശരീരത്തിൽ എത്ര എത്ര കോടിക്കണക്കിന് കോശങ്ങൾ. ഇത് ഓരോന്ന് ശരീരത്തിന്റെ പാർട്സുകളാണ്, ഓരോ പാർട്ടുകൾ, ശരീരത്തിന്റെ എത്ര അവയവങ്ങൾ, എല്ലാത്തിനും കൂടി പറയാവുന്ന ഒരു പ്രയോഗമാണ് സുലാമ എന്ന് മഹാനായ ഇമാം നവവി രേഖപ്പെടുത്തി. നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ പീസുകൾ അത് കോശം എന്ന കണക്കിലാവട്ടെ, അല്ലെങ്കിലോ എല്ലുകൾ എന്ന കണക്കിലാവട്ടെ, പേശികൾ എന്ന കണക്കിലാവട്ടെ, മാംസകഷ്ണങ്ങൾ എന്ന കണക്കിലാവട്ടെ, ശരീരത്തിന്റെ എല്ലാ പാർട്ടുകളും അള്ളാഹുവിന്റെ മാർഗത്തിൽ തസ്ബീഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്തു എന്ന കൂലി കിട്ടണോ? അങ്ങനെയെങ്കിൽ ഒരു നിസ്കാരമുണ്ടേ. ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ വകുല്ലു തഹ്മീദത്തിൻ സദഖ വകുല്ലു തഹ്ലീലത്തിൻ സദഖ വകുല്ലു തക്ബീറത്തിൻ സദഖ.
വഅംറുൻ ബിൽ മഅറൂഫി സദഖ വനഹിയുൻ അനിൽ മുൻകരി സദഖ. തസ്ബീഹ് ചൊല്ലുമ്പോ സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോ കിട്ടുന്ന കൂലി, അൽഹംദുലില്ലാഹിന്റെ കൂലി, അല്ലാഹു അക്ബറിന്റെ കൂലി, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കൂലി, അതുപോലെ നന്മ കൽപ്പിക്കുമ്പോൾ കിട്ടുന്ന കൂലി, തിന്മ തടയുമ്പോൾ കിട്ടുന്ന കൂലി, എല്ലാത്തിനും സദഖ എന്ന പരിഗണനയിലുള്ള കൂലി നിശ്ചയിച്ചിട്ട് ഈ അമലുകൾ മുഴുവനും നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും ചെയ്താൽ എത്ര കോടാനകോടി കൂലികളാ നമുക്ക് കിട്ടാ. ഈ പ്രതിഫലം മുഴുവനും ഒരാൾക്ക് കിട്ടും. വയുജ്സിഉ മിൻ ദാലിക റകഅതാനി യർകഉഹുമാ മിനൽ ളുഹാ. രണ്ട് റകഅത്ത് ളുഹാ നിസ്കരിച്ചാൽ ഈ പറയപ്പെട്ട എല്ലാ ശരീരകോശങ്ങളും അവയവങ്ങളും അസ്ഥികളും പേശികളും എല്ലാ രോമങ്ങളും സദഖ ചെയ്ത കൂലി എത്രയോ ആ കൂലി കിട്ടാൻ ഈ 2 റകഅത്ത് നിസ്കരിച്ചാൽ മതി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമൊന്നുമല്ല ദുഹാ നിസ്കാരം, ചെറിയ കാര്യമൊന്നുമല്ല ദുഹാ നിസ്കാരം. അല്ലാഹുവിന്റെ സഹായം കൊണ്ടുവരുന്ന ഈ നിസ്കാരത്തിന്റെ പുനഃക്രമീകരണം പുണ്യ റജബിൽ നമ്മൾ അങ്ങ് ഏറ്റെടുത്താൽ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, പുണ്യ റജബിൽ അതങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുനഃക്രമീകരണത്തിൽ വിടവുകൾ ഉണ്ടെങ്കിൽ അത് വീട്ടാനും അത് ചേർക്കാനും അത് കൂട്ടാനും നമ്മൾ തയ്യാറായാൽ എത്രയാ കൂലി കിട്ടാം. റജബ് നമ്മോട് തരുന്ന ഒരു ഉപദേശവും സന്ദേശവും അതൊക്കെ തന്നെയാണല്ലോ. നിസ്കാരത്തെ പുനഃസംഘടിപ്പിക്കണമെന്ന് പറയാൻ പ്രത്യേക കാരണമുണ്ട്. അള്ളാന്റെ സഹായം അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പടച്ചോൻ സഹായിച്ചു എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ പലപ്പോഴും. എന്നെ അള്ളാഹു അറിഞ്ഞ് സഹായിച്ചു, എന്നെ കൈവിട്ടില്ല. നമ്മുടെ സാധാരണ ഓരോ വർത്തമാനങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള പ്രയോഗങ്ങളാണ്. അള്ളാന്റെ സഹായം നിനക്ക് കിട്ടിയെന്ന് ഉറപ്പിക്കണം. നിസ്കാരമല്ലേ അള്ളാന്റെ സഹായം കിട്ടുന്ന എങ്ങനെയാ? നിസ്കാരം കൊണ്ട് കിട്ടിയ സഹായ ബദർ. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സ്വഹാബികൾ നിർമ്മിച്ചു കൊടുത്ത ഒരു ചെറിയ ടെന്റ് ഉണ്ട്. അതിന്റെ അകത്ത് ബദറിന്റെ രണഭൂമിയിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ സമയം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് സുജൂദ്, എന്തൊരു ശക്തമായ സുജൂദ്. ആ സുജൂദിൽ അള്ളാഹുവിന്റെ ഹബീബ് ഗദ്ഗദത്തോടുകൂടെ തേങ്ങലടിച്ച് കരയുന്ന ശബ്ദം ഞാൻ കേട്ടിരുന്നു. അവിടെ നിന്ന് ചൊല്ലിയിരുന്നത് യാ ഹയ്യൂ യാ ഖയ്യൂം, യാ ഹയ്യൂ യാ ഖയ്യൂം. ജീവിപ്പിക്കുന്നവനായ അല്ലാഹ്, നിലനിർത്തുന്നവനായ അല്ലാഹ്. സ്വഹാബികൾ യുദ്ധത്തിലാ. അല്ലാഹുവേ നിന്റെ ദീനിനെ നീ ജീവിപ്പിക്കണേ, അല്ലാഹുവേ നിന്റെ ദീനിനെ നീ നിലനിർത്തണേ. നബിയുനാ റസൂലുള്ളാഹി യാ ഹയ്യു യാ ഖയ്യൂം. നിസ്കാരം കൊണ്ട് കിട്ടിയ വിജയമാണ് ബദർ. എവിടെയും നിസ്കാരമാ വിജയത്തിനുള്ളത്. ഹബീബിന്റെ ശത്രുക്കളെ പോലും പടച്ചറബ് പിടിച്ചു കെട്ടിയത് നിസ്കാരം കൊണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار سبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا رب المشرق والمغرب لا إله إلا هو فاتخذه وكيلا واصبر على ما يقولون واهجرهم هجرا جميلا وذرني والمكذبين أولي النعمة ومكلهم قليلا إن لدينا أنكالا وجحيما وطعاما ذا غصة وعذابا أليما يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا
പടച്ചവനെ, എത്ര വലിയ ശത്രു സഞ്ചയത്തെയായി പറഞ്ഞത്. അവരെത്ര വലുതാണേലും നബിയെ ഭയക്കേണ്ടതില്ല. അവരുടെ കുപ്രചരണങ്ങൾ അങ്ങേ തകർക്കേണ്ടതില്ല നബിയെ, തകർക്കൂല നബിയെ. വദർനി വൽ മുകദ്ദിബീൻ ഉലൻ നിഅമതി വമഖിലുഹും ഖലീലാ. ഈ മക്ക മുഴുവനും അങ്ങേക്കെതിരെയാ, ഇവിടെയുള്ള സന്നാഹങ്ങൾ മുഴുവനും അങ്ങേക്കെതിരെയാ. കുപ്രചരണങ്ങൾ, അങ്ങേക്കെതിരെ ആരോപണങ്ങൾ, എന്തിനേറെ ഭ്രാന്തെന്ന് വിളിച്ചു പറയാനും അതിലായി വിശ്വസിപ്പിക്കാനും ഒരു വിഭാഗം അങ്ങ് കച്ചകെട്ടിറങ്ങിയാൽ ആ മനുഷ്യന്റെ വ്യക്തിത്വ നിലവാരത്തെ പോലും ബാധിക്കും വിധം മക്കയിലും പരിസരത്തും ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തെ തച്ചു തകർക്കുന്ന പോലെ അവിടുത്തെ അഭിമാന നഷ്ടങ്ങളിൽ അങ്ങ് ഖേദിക്കേണ്ടതില്ല. അങ്ങ് വിട്ടേക്ക് നബിയെ, അവരെ പിടിച്ചു കെട്ടാനുള്ള കൂച്ചുവിലങ്ങ് എന്റെ കയ്യിലുണ്ട്. അത് എന്റെ കയ്യിലേ ഉള്ളൂ, ഞാനവരെ വിലങ്ങ് വെക്കും നബിയേ. അള്ളാഹുവിന്റെ ഖുർആൻ ഇത് പറയുമ്പോ പുന്നാര നബി തങ്ങളോട് പറഞ്ഞതെന്താ? ഇങ്ങനെ റബ്ബിന്റെ ഒരു സഹായം അങ്ങേക്കൊരു കവചമായി ഉണ്ടാവണമെങ്കിൽ യാ അയ്യുഹൽ മുസമ്മിൽ, അങ്ങ് ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് വന്നുകൊണ്ട് നിസ്കരിക്ക് നബിയേ. ആപത്തുകൾക്ക് കാവലാ, ശത്രുക്കൾക്ക് കാവലാ. കേട്ടോളൂ, മഹാന്മാർ പറയുന്നുണ്ട്. ഒരു മർഫൂആയ ഹദീസിൽ കാണാം, ഹബീബായ നബി തങ്ങൾ പറയാണ്, ഉമ്മത്തി ഉമ്മത്തും മർഹൂമാ വഇന്നമാ യദ്ഫഉല്ലാഹു അൻഹുൽ ബലാഅ ബിഇഖ്ലാസിഹിം വദുആഇഹിം വളുഅഫാഇഹിം. ഹബീബ് പറയാ, എന്റെ സമൂഹത്തിന് അള്ളാന്റെ കരുണ കിട്ടുന്നത് എങ്ങനെന്നറിയോ? അള്ളാഹു എന്റെ സമൂഹത്തിന്റെ നേരെ വരുന്ന ആപത്ത് മുസീബത്തുകളെ തടുക്കും. ഈ സമൂഹത്തിൽ അംഗമാണോ 3 കാര്യങ്ങളുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഇടപെടലുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹബീബ് പറയുകയാണ് 3 കാരണങ്ങൾ. ഒന്നാമത്തേത് ഇഖ്ലാസ് ഉണ്ടാവണേ. ഏതൊരു കാര്യത്തിനും അള്ളാഹുവിന്റെ കൂലി കിട്ടുമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അള്ളാഹനെ മാത്രം ബോധ്യപ്പെടുത്താനുള്ളതാണ് എന്ന ഒരു ചിന്ത ഉണ്ടല്ലോ, അതുണ്ടായാൽ അള്ളാഹു നിങ്ങളെ കാവൽ നൽകും. അള്ളാഹു നിങ്ങൾക്ക് കാവൽ നൽകും. അവന്റെ കരുണയുടെ ഒരു കവചം നിങ്ങളിൽ വരുമെന്ന് പരിശുദ്ധ റസൂൽ. ഒന്നാമത്തേത് ഇഖ്ലാസ് ഉണ്ടായാൽ മതി. രണ്ടാമത്തേത് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കും, നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കാം. മൂന്നാമത്തേത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പാവങ്ങളുണ്ട്, അവരോട് അള്ളാഹുവിന് അലിവാണ്. ഈ 3 കാരണങ്ങളെ പരിഗണിച്ചാൽ അള്ളാഹുവിന്റെ കരുണയുടെ കവചം നിങ്ങൾക്ക് കാവലായുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം വേണോ? അതഅ്മുറൂന الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. റബ്ബിന്റെ സഹായം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ ക്ഷമ ഉണ്ടാവണം. അള്ളാഹു തരട്ടെ. രണ്ടാമത്തേത് നിസ്കാരം റെഗുലറായി കൃത്യമായി അതിന്റെ ഹക്കുകളും ആദാബുകളും പാലിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടണം. അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹിന്റെ സഹായം ഉണ്ടാവും. അല്ലാത്തവർക്ക് നിസ്കാരം ഭാരമാണെന്ന് ഖുർആൻ. അള്ളാഹിന്റെ സഹായം കിട്ടുന്ന ആളുകളാരാ? അല്ലദീന യദുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം. അള്ളാഹിനെ കാണാൻ പറ്റുമെന്ന് ഉറപ്പിച്ച് ജീവിക്കുന്ന ആളുകൾ അള്ളാഹു ഇതിൽപ്പെടുത്തട്ടെ. അള്ളാഹിനെ കാണാൻ കഴിയുമെന്ന് ഉറപ്പിച്ച് ജീവിക്കുന്നവർ അള്ളാഹു ഇതിൽപ്പെടുത്തട്ടെ. ഇനി കേട്ടോളൂ, ഞാൻ അവസാനിപ്പിക്കുകയാ. നിസ്കാരം ആപത്തുകൾക്ക് കാവലാണ്, നിസ്കാരം ശത്രുക്കൾക്ക് കാവലാണ്. ശത്രു സഞ്ചയത്തിന്റെ ഒരു ഇടങ്ങേറും നമുക്കുണ്ടാവില്ല. പരിശുദ്ധമായ റജബ് മാസം വരുമ്പോ നിസ്കാരത്തെ കുറിച്ച് ഇങ്ങനൊരു വിവരണം നമ്മൾ അറിഞ്ഞു വെക്കണമല്ലോ. നിസ്കാരത്തിന്റെ മാസമാണല്ലോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലഹരി കേട്ടോ നിസ്കാരായിരുന്നു. അങ്ങനെയുണ്ട്. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അവിടുന്ന് ആസ്വദിച്ചത് 3 കാര്യമാണ്.
നിസ്കാരമാണ് അതിൽ പ്രധാനപ്പെട്ടത്. മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ സുനനുൽ കുബ്രയിൽ ഒരു ഹദീസ് പറയുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നമാ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകുമുൻ നിസാഉ വത്തീബു വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭൂമിയിൽ നിന്നും ഞാൻ ആസ്വദിച്ചിട്ട് എനിക്ക് മതിയാവാത്തത് 3 കാര്യമാണ്. ഒന്നാമത്തേത് നിസാന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ഞാൻ അനുരാഗത്തിന്റെ വർത്തമാനം പറഞ്ഞ് അവരോട് പ്രണയപ്രകടനം നടത്തുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരുമായി, പ്രിയപ്പെട്ട ഭാര്യമാരുമായി ഞാൻ ആസ്വദിച്ച് പൂർത്തീകരിച്ചില്ല, എനിക്ക് കൊതി മാറിയിട്ടില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബിന് കൊതി മാറിയില്ല എന്നാ പറഞ്ഞത്. അത്രത്തോളം പ്രണയം, ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ പ്രണയം ആസ്വദിച്ചിട്ട് മതിയാവാത്ത മുത്ത് നബിയെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് സുഗന്ധം വലിയ ഇഷ്ടമായിരുന്നു. മൂന്നാമത്തേത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആസ്വാദനം നിസ്കാരത്തിന്റെ ലഹരിയിൽ അവിടുന്ന് പരിസരം മറന്നു പോവല്ലേ. ഇന്നാ ജഅൽനാ ഫീ അയനാഖിഹിം മഗ്ലാലം ഫഹിയ ലിൽഅദ്ഖാൻ ഫഹും മുഖ്മഊൻ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, സുജൂദിൽ കിടക്കുമ്പോ അവിടുത്തെ ശിരസിൽ ഒരു വലിയ കല്ല് കൊണ്ടുവന്ന് ഉരുട്ടിയിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഖുറൈശികളുണ്ട്. അബൂജഹലുണ്ട് ആ കൂട്ടത്തിൽ, വലീദ് ഇബ്നു മുഗീറയുണ്ട്. മുഫസ്സിരീങ്ങൾ പേര് പറഞ്ഞില്ല, വേറെ ഒരാളുണ്ടെന്നാ പറഞ്ഞു. ഇങ്ങനെ 3 പേര് അതിന് നേതൃത്വം കൊടുത്തു. അവരെ അള്ളാഹു കഴുത്തിലേക്ക് ആ കല്ലുയർത്തിയപ്പോൾ അവരുടെ കഴുത്തിലേക്ക് കൈകൾ കടന്നു വന്ന പോലെ കൈ ഇങ്ങനെ കയറി വന്നു. അതുപോലെ അള്ളാഹു അവരുടെ കഴുത്തിലേക്ക് ആ കൈകളെ വെച്ചിട്ട് ആ നാളെ മഹ്ശറിൽ വിലങ്ങ് വെച്ചു കൊണ്ടുവരാ എന്ന് ഖുർആൻ. ഇന്നാ ജഅൽനാ ഫീ അയനാഖിഹിം മഗ്ലാല. നിസ്കാരത്തിന്റെ ലഹരി പോയ ഈ മനുഷ്യനെ അവിടെ ഇട്ട് പൂട്ടാം എന്നാണ് അവർ കരുതിയത്. ഒരു സംഭവം അതാ. രണ്ടാമത്തെ ഒരു സംഭവം സ്വഹീഹ് മുസ്ലിമിന്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അവിടുത്തെ നിസ്കാരത്തിലേക്ക് കയറിയാൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ ടൺ കണക്കിന് അല്ലെങ്കിൽ കിൻഡൽ കണക്കിന് ഭാരമുള്ള നല്ല തൂക്കമുള്ള ചീഞ്ഞളിഞ്ഞ വളുവളൂന്നിരിക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാലയുടെ വലിയ ഭാരം അവിടുത്തെ ശിരസിന്റെ ഒരു ഭാരമായി പെരടി ഓടിക്കാൻ വേണ്ടി അവിടെ തൂക്കിയിട്ടു. അങ്ങനെയുണ്ട്. ജിമ്മിലൊക്കെ പോകുന്നവരിങ്ങനെ വെയിറ്റ് എടുക്കുമ്പോൾ നല്ല വെയിറ്റ് ഇങ്ങനെ നെഞ്ചിന്റെ നേരെ വരുന്ന വെയിറ്റ് ഒരു പരിധി കൂടുതൽ ആ കൈക്ക് താങ്ങാൻ പറ്റാതെ നെഞ്ചിലേക്ക് വീഴുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കഴുത്തിൽ വീഴും. അങ്ങനെയൊക്കെ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്തൊരു ഭാരം, ഏറ്റവും ഡേഞ്ചർ ഏരിയ ആണ് പിരടി, കഴുത്ത്. എത്രയോ 10,000-കണക്കിന് ഞരമ്പുകളും സന്ധികളും നിയന്ത്രണം കിട്ടുന്ന, ശരീരത്തിന് നിയന്ത്രിക്കുന്ന ഒരുപാട് അവയവ വ്യൂഹങ്ങളുമുള്ള പിരടി, കുഞ്ചിക്കഴുത്ത് എന്ന് പറയും. അവിടെ കിട്ടിയ ഒരു അടി കെട്ടിയ ആള് തട്ടിപ്പോകുന്ന, അവിടെ കൊണ്ടുവന്നിട്ട് ഈ ഭാരമുള്ള സാധനം വെച്ചു ആ സുജൂദിൽ നിന്നും ഈ ലഹരിയിൽ ഇതെല്ലാം പരിസരം മറന്ന മനുഷ്യനുകളുടെ എണീറ്റ് വരുമ്പോ ആ കഴുത്തങ്ങോട്ട് ഒടിഞ്ഞു പോണം. അതിനു വേണ്ടിയിട്ട് അവരങ്ങനെ വെച്ചു എന്ന് സ്വഹീഹ് മുസ്ലിമിൽ ഒരു വലിയ ഹദീസ് നമുക്ക് കാണാം. അത് മഹാന്മാരായ ഫുഖഹാ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് ആ ഹദീസ്. ആ നേരത്തെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം മടക്കപ്പെട്ടിട്ടുണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നേരത്തെ നിസ്കാരം നജസുമായി ബന്ധപ്പെട്ടതല്ലേ എന്നുള്ള ചർച്ച അവിടെ വരുന്നുണ്ട്. ഇനിയോ മൂന്നാമതൊരു രംഗമുണ്ട്. അവിടെ നിന്ന് സുജൂദ് ചെയ്യുമ്പോൾ പൊടിമണ്ണിട്ട് മൂടി ജീവനോടെ കുഴിച്ചു മൂടിയ ഒരവസ്ഥ വള്ളത്തോൾ വളരെ മനോഹരമായി ആ രംഗത്തെ വർണ്ണിക്കുന്നതായി കാണാം. അതിൽ നിന്നും അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അമൂർത്തപാദം പൊടിമണ്ണ് പുരണ്ട പിതാവിനെ കണ്ടതി വെമ്പലോടെ താതാൻ കുളിപ്പിപ്പതിനായി മുതിർന്നു തണ്ണീർക്കുടം കൊണ്ടഴലാണ്ട പുത്രി പിടിച്ചിരുത്തി ചെടി പോക്കുവാനായി നിറഞ്ഞ കുംഭോടകമോടുകൂടെ താതന്റെ ഗാത്രങ്ങളിലായി പതിച്ചു കുമാരിയാൾ തൻ ചുടൂ കണ്ണുനീർ. അപ്പൊ നിസ്കാരം റസൂലുള്ളാഹിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ ലഹരിയായിരുന്നു. നിസ്കാരത്തിന്റെ വാർഷിക മാസമല്ലേ റജബ്. നമ്മൾ നിസ്കാരത്തിലേക്ക് ഒരുങ്ങുന്നവരല്ലേ. നിസ്കാരത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചറിഞ്ഞ്, പ്രത്യേകിച്ച് ദുഹാ നിസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. ദുഹാ നിസ്കാരത്തിന്റെ ഫലങ്ങളിലേക്ക് ജീവിതത്തെ എത്തിക്കാൻ, അത് അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദ്വാരക്കാൻ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد
വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ കേൾക്കുന്ന ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ ഖൈറ് നൽകുക അല്ലാ. അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ആശുപത്രികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചികിത്സയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ വാഹനങ്ങളിൽ റബ്ബേ നിന്റെ കാവൽ തരണേ അല്ലാ. അല്ലാഹുവേ കണ്ണേറ് എല്ലാ ശർറ് മുസീബത്തുകൾ നീ കാവൽ നൽകണേ അല്ലാ. ജീവിതത്തിന്റെ വിശുദ്ധി നീ നിലനിർത്തണേ അല്ലാ. ഹറാമുകളിലേക്ക് അടുപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളുടെ പഠനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകുക അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയവർക്ക് നീ അത് എളുപ്പമാക്കുക അല്ലാ. വീട് പണിയിൽ വന്ന കടങ്ങൾ വീട്ടണേ അല്ലാ. കടങ്ങളിൽ കുടുങ്ങിയവരെ കരകയറ്റണേ അല്ലാ. ലോണിൽ പെട്ടവരെ നീ കരകയറ്റണേ അല്ലാ. പലിശക്കെണിയിൽ പെട്ടുപോയവർക്ക് നീ റാഹത്ത് നൽകുക അല്ലാ. മോചനം നൽകണേ അല്ലാ. അല്ലാഹുവേ വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ വൈകല്ല വേഗം അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഹജ്ജ് ഉംറ സിയാറക്ക് ശ്രമിക്കുന്നവരുണ്ട്, എളുപ്പത്തിലാക്കണേ അല്ലാ. എളുപ്പത്തിലാക്കണേ അല്ലാ. ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാ നീ നിറവേറ്റി തരണേ അല്ലാ. ഹജ്ജ് ചെയ്തവരുടെ ഹജ്ജുകൾ നീ കബൂലാക്കുക അല്ലാ. ഹജ്ജും ഉംറയും ഞങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്ന അനുഗ്രഹമാക്കുക അല്ലാ. പുണ്യമാക്കപ്പെട്ട 3 ഹറമുകളിൽ ആയുസ്സിൽ പലവട്ടം എത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറാ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.